السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ സ്നേഹം നിറഞ്ഞ ഫോക്കസിന്റെ സുഹൃത്തുക്കൾ, സാധാരണ നടക്കാറുള്ളത് പോലെയുള്ള ഒരു ദൈർഘ്യമേറിയ ലൈവ് സെഷനിലാണ് നമ്മളുള്ളത്. ഇന്ന് മോഡൽ ലിറ്ററേച്ചർ ആണ് നമ്മളെ വിഷയം. അതിലൊരു 5-6 പേരെ ഇന്ന് നമുക്ക് വിശദമായി ഡിസ്കസ് ചെയ്യാം. ആദ്യം ഒരു ചോദ്യമാക്കാം, ഇതിന്റെ ഉത്തരം ചെയ്യും. ഓക്കെ, എല്ലാവരും ഉത്തരം ചെയ്തോ? അബ്ദുറഹ്മാൻ അൽ കവാക്കിബി. ചോദ്യം എന്തായിരുന്നു? അലപ്പോയിലെ ആദ്യത്തെ അറബി പത്രം അഷ്ഷഹബാ എന്ന പേരിലുള്ള പത്രം ആരാണ് സ്ഥാപിച്ചത്? ഓപ്ഷനുകൾ നസീബ് അരിയുള്ള, ഉമർ അബൂരിഷ, അഹ്മദ് മുഹറം, അബ്ദുറഹ്മാൻ അൽ കവാക്കിബി. ഇതിൽ അബ്ദുറഹ്മാൻ അൽ കവാക്കിബിയാണ് ശരിയായ ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്തത് ഇനി നമുക്ക് അബ്ദുറഹ്മാൻ അൽ കവാക്കി ഒന്ന് വിശകലനം ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലാണ്. ഓക്കെ, അദ്ദേഹം അലപ്പോയിലാണ് ജനിച്ചത്. ഹലബ് എന്നാണല്ലോ അറബിയിൽ പറയാം. ഹലബ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ് ഹലബ് സ്ഥിതി ചെയ്യുന്നത്? കേൾക്കണില്ല, ആരെയും പറയണ്ടോ? സിറിയ. ഓക്കെ, സിറിയയിലാണ്. 1854 അദ്ദേഹം ജനിക്കുന്നത്. പിതാവ് കർമ്മശാസ്ത്രത്തിലും പൊതുവിൽ ശാസ്ത്രം അല്ലെങ്കിൽ വിജ്ഞാനത്തിലൊക്കെ കേളി കേട്ട ആളാണ്. ഇദ്ദേഹത്തിന് 6 വയസ്സായപ്പോ തന്നെ ഉമ്മ മരിച്ചിട്ടുണ്ട്. അപ്പോ അനാഥ ബാലനായിട്ടാണ് അബ്ദുറഹ്മാൻ അൽ കവാക്കിബി ജനിക്കുന്നത്. 6 വയസ്സായപ്പോൾ ഉമ്മ മരിച്ചു. ഇദ്ദേഹം ജനിക്കുന്നത് 1854. അപ്പോ 1860 അദ്ദേഹത്തിന്റെ ഉമ്മ മരിച്ചു കാണും, അബ്ദുറഹ്മാൻ അൽ കവാക്കിബിയുടെ. അർസലഹു അബൂഹു ഇലാ ഖാലത്തിഹി ഫി അന്താക്കിയ. പിതാവ് ഉമ്മയുടെ മാതാവിന്റെ സഹോദരിയുടെ അടുത്തേക്ക്, അന്താക്കിയയിലുള്ള സഹോദരിയുടെ അടുത്തേക്ക്, അഥവാ എളാമ്മ അല്ലെ മുത്തമ്മ, ഇവരുടെ അടുത്തേക്ക് അബ്ദുറഹ്മാൻ അൽ കവാക്കിബിയെ തന്റെ വാപ്പ അയക്കുന്നു. അങ്ങനെ 6 വയസ്സാണല്ലോ, 6 വയസ്സിന് ചെറുപ്രായമാണ് ഉണ്ടാവുക. ആ കുട്ടീനെ വളർത്താൻ വേണ്ടി അയക്കുകയാണ്. ഫഹളനതുഹു 3 സനവാത്തിൻ വതഅല്ലമ ഖിലാലഹ ലുഗ തുർക്കിയ. തുർക്കിയിലെ സ്ഥലമാണ് അന്താക്കിയ കേട്ടോ. 3 വർഷം എളാമ അബ്ദുറഹ്മാൻ അൽ കവാക്കിബിയെ പരിപാലിച്ചു. ആ 3 വർഷത്തിനിടക്ക് തുർക്കി ഭാഷ പഠിക്കുന്നു. അബ്ദുറഹ്മാൻ അൽ കവാക്കിബി ടർക്കിഷ് പഠിക്കുന്നു. അങ്ങനെ ഒമാൻ ബലഗൽ ഹാദിയത വൽ 20 മിൻ ഉംരിഹി ഹത്താ അമില മുഹദ്ദിറൻ ഫിൽ ജരീദ. 21 വയസ്സാകുമ്പോൾ ആകേണ്ട താമസം 21-ാം വയസ്സിൽ തന്നെ ഫുറാത്ത് എന്ന അറബി പത്രത്തിലെ എഡിറ്ററായി ജോലി ചെയ്യാണ്. ഫുറാത്ത് ഉണ്ടല്ലേ, ഫുറാത്ത് റസ്മിയ ഔദ്യോഗികമായ പത്രമാണ്. അല്ലത്തി കാനത്ത് തസ്തുറുഹ അൽ ഹുക്കൂമ ബിൽ ലുഗത്തൈനിൽ അറബിയ വ തുർക്കിയ. അറബി, ടർക്കിഷ് എന്നീ 2 ഭാഷകളിൽ സർക്കാർ പ്രസിദ്ധീകരിച്ചിരുന്ന ഔദ്യോഗിക പത്രമായ ഫുറാത്തിന്റെ എഡിറ്ററായിട്ടാണ് ഇദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത്. എത്രാമത്തെ വയസ്സിലാണ്? 21-ാം വയസ്സിൽ. ഓക്കെ, ദെൻ 1878, 21-ാം വയസ്സ് എന്ന് പറയുമ്പോൾ 1875 ഇവരാ, 54-ലാണല്ലോ ജനിച്ചത്. അങ്ങനെ ഫുറാത്ത് എന്ന പത്രത്തിലെ എഡിറ്റർ സ്ഥാനം അലങ്കരിച്ച് പിന്നെ ഒരു 2-3 വർഷം കഴിഞ്ഞ് അഷ്ഷഹബാ എന്ന പത്രം പ്രസിദ്ധീകരിക്കുകയാണ്. അയാളും അയാളുടെ കൂട്ടുകാരനുമാണ് ഉണ്ടായിരുന്നത്. ഇതാണ് നമ്മളെ ചോദ്യത്തിൽ ഉണ്ടായിരുന്ന പത്രം. അലപ്പോയിലെ ആദ്യത്തെ അറബി പത്രമാണ് അഷ്ഷഹബാ എന്ന പത്രം. ആ പത്രത്തിന്റെ 15 വാള്യം മാത്രമാണ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞത്. 15 വാള്യത്തിന്റെ അപ്പുറത്തേക്ക് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ല. 78-ൽ അഷ്ഷഹബാ എന്ന പത്രം അയാളും കൂട്ടുകാരനും ചേർന്ന് പ്രസിദ്ധീകരിച്ചു. തൊട്ടടുത്ത വർഷം മറ്റൊരു പത്രം
അൽ എഴുത്തിദാൽ എന്ന പേരിലുള്ള മറ്റൊരു പത്രവും അദ്ദേഹം പ്രസിദ്ധീകരിക്കുന്നു. അൽ എഴുത്തിദാൽ എന്ന പേര്. അപ്പൊ 3 പത്രവുമായി ഇദ്ദേഹത്തിന് ബന്ധമുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഫുറാത്ത്, ആ പിന്നെ ഷഹബാ, പിന്നെ എഴുത്തിദാൽ. ഒന്ന് ഫുറാത്ത്. ആദ്യം ഫുറാത്താണ് 21-ാം വയസ്സിൽ. ഫുറാത്ത് എന്ന ഒരു ഔദ്യോഗിക പത്രത്തിന്റെ എഡിറ്റർ ആവുകയാണ് ഉണ്ടായത്. പിന്നെ 24-ാം വയസ്സിൽ എന്ന് പറയാം, 1878 സുഹൃത്തിനോടൊപ്പം ചേർന്ന് അഷഹബാ എന്ന ഹലപ്പോയിലെ ആദ്യത്തെ അറബി പത്രം സ്ഥാപിക്കുന്നു. അതിന്റെ 15 വാള്യം മാത്രമാണ് അദ്ദേഹത്തിന് പുറത്തിറക്കാൻ സാധിച്ചത്. എന്നാൽ അതിനൊരു മധുരപ്രതികാരം എന്നുള്ള നിലയ്ക്ക് തന്നെ ആയിരിക്കും തൊട്ടടുത്ത വർഷം അദ്ദേഹം അൽ എഴുത്തിദാൽ എന്ന പത്രം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിന്റെ ആയുസ് എത്ര ഉള്ളത് നമുക്കറിയില്ല. ഇതിനെ കുറിച്ച് എത്ര കാലം നിലനിന്നു എന്നതിനെ കുറിച്ച് ആർക്കെങ്കിലും ഐഡിയ ഉണ്ടോ? അൽ എഴുത്തിദാൽ എന്ന അബ്ദുറഹ്മാൻ അൽ കവാക്കിബി 1879 സ്ഥാപിച്ച പത്രം എത്ര വാള്യം, എത്ര വർഷം? അദ്ദേഹം തന്റെ 25-ാം വയസ്സിൽ പ്രസിദ്ധീകരിച്ച പത്രം, 25-ാം വയസ്സിൽ സ്ഥാപിച്ച പത്രം. ഏതായാലും അൽ ഫുറാത്ത്, ഷഹബാ, അൽ എഴുത്തിദാൽ എന്നീ 3 പത്രങ്ങളാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനി അദ്ദേഹത്തിന്റെ കൃതികൾ നോക്കുമ്പോൾ മിൻ മുഅല്ലഫാത്തിഹി തബാഇഉൽ ഇസ്തിബ്ദാദ് വ മസാരിഉൽ ഇസ്തിഅബാദ്. തബാഇഉൽ ഇസ്തിബ്ദാദ് വ മസാരിഉൽ ഇസ്തിഅബാദ് ഒരു കൃതിയാണ്, ഒരു പുസ്തകമാണ്. രണ്ടാമത്തേത് ഉമ്മുൽ ഖുറ എന്ന പേരിലൊരു കൃതി. യെസ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അദീബുൽ ലുബ്നാനി തർജമൻ ഇല്യാദത്തൈൽ അറബ്. ഇലിയഡ് എന്ന കൃതി അറബിയിലേക്ക് വിവർത്തനം ചെയ്ത ലബനാൻ സാഹിത്യകാരൻ ആരാണ്? നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും ഈ സാഹിത്യകാരന്. സുലൈമാൻ അൽ ബുസ്താനി, ഷക്കീബ് അർസലാൻ, ജുർജി സൈദാൻ, ഖലീൽ മുഖ്താൻ. എല്ലാവരും മെസ്സേജ് കമന്റ് ചെയ്യണേ, ടെക്സ്റ്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, പല ഉത്തരങ്ങളും വരുന്നുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സുലൈമാൻ അൽ ബുസ്താനിയാണ്. ഇനി ഇല്യാദ എന്നുള്ള സാധനത്തിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, എന്താണ് ഈ ഇല്യാദ എന്ന് പറഞ്ഞാൽ? ഇംഗ്ലീഷ് സാഹിത്യം പഠിച്ച ആളുകൾ ഉണ്ടാവില്ല നമ്മളത് കുറെ ആൾക്കാർ. ഇല്യാദ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇംഗ്ലീഷ് സാഹിത്യത്തിന്റെ അതിപുരാതന വേർഷനുകളിൽ പരിചയപ്പെടുത്തുന്ന സാധനമാണ് ഇല്യാദ എന്ന് പറയുന്നത്. അത് അറബിയിലല്ല എന്നുള്ളൂ, ഇംഗ്ലീഷ് സാഹിത്യത്തിലാവുമ്പോൾ ഇംഗ്ലീഷിലാവും. ഇലിയഡ് എന്ന് പറഞ്ഞ സാധനം കേട്ടിട്ടുണ്ടോ? ഇലിയഡ് ആരുടേതാണത്? ഇലിയഡ് എന്നുള്ള സാധനം ഹോമറിന്റെ ഇതിഹാസ കാവ്യമാണ്. ഒരുപാട് വരികളുള്ള ഇതിഹാസ കാവ്യമാണ് ഇലിയഡ് എന്നുള്ളത്. ആ ഇംഗ്ലീഷ് അന്നത്തെ ഗ്രീക്ക് ഭാഷയും ഉണ്ടാവുക. ആ കൃതി അറബിയിലേക്ക് വിവർത്തനം ചെയ്തതാണ് സുലൈമാൻ ബുസ്താനി. യെസ്. അദ്ദേഹത്തെ കുറിച്ച് നോക്കുമ്പോൾ 1856 അദ്ദേഹം. 1856. അബ്ദുറഹ്മാൻ അൽ കവാക്കിബി എന്നാ ജനിച്ചത്? 1854. 1854. ഇദ്ദേഹം ലബനാനുകാരനാണ്. കവാക്കിബി അലപ്പോക്കാരനായിരുന്നു. ലബനാനിലെ എന്ന സ്ഥലത്താണ് ജനിച്ചത്. സുരിയാൻ എന്തുകൊണ്ടാണ് ഇലിയഡ് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു? ആ സാധനമാണ് പിന്നെ അറബിയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുന്നത്. ഞാൻ പങ്കുകൊണ്ടിട്ടുണ്ട് അൽജമീന. അതുപോലെ ദാഇറത്തുൽ മാരിഫ് എന്ന എൻസൈക്ലോപീഡിയ നിർമ്മിക്കുന്നതിലും അദ്ദേഹം പങ്കുകൊണ്ടിട്ടുണ്ട്. എന്തെങ്കിലും സൗണ്ടിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇടക്കൊന്ന് സ്റ്റെക്ക് ആയിരുന്നു സാർ, ബ്രേക്ക് ആയിട്ട് കേട്ടു. ഇപ്പം പ്രശ്നമില്ലല്ലോ? ഇല്ല, ഇപ്പൊ ഓക്കെയാണ്. ദാഇറത്തുൽ മാരിഫ് എന്ന എൻസൈക്ലോപീഡിയ നിർമ്മിക്കുന്നതിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. തർജമൽ ഇല്യാദ ഇലൽ അറബിയ, അറബിയിലേക്ക് ഇലിയഡ് വിവർത്തനം ചെയ്ത ഇദ്ദേഹമാണ്. 1926 അമേരിക്കയിലാണ് അദ്ദേഹം മരിക്കുന്നത്. അമേരിക്കയിൽ മരിച്ചു ഇദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, പലസ്തീൻ എന്ന നാട്ടിലേക്ക് മറവ് ചെയ്യാനായി ചെയ്തു. അപ്പൊ നാട്ടിലെ ഭൗതിക ശരീരം. ഓക്കെ, നെക്സ്റ്റ് ഖലീലുൽ യാസിജിയാണ്. അദീബുൻ വ ഷായിറുൽ ലുബ്നാനിയും. അദ്ദേഹം സാഹിത്യകാരനാണ്, കവിയാണ്, ലുബ്നാനുകാരനാണ്.
അപ്പോ സുലൈമാൻ ബുസ്താനി ലുബ്നാനാണ്. കവാക്കിബി സിറിയ, ഖലീൽ യാസിജി ലബ്നാൻ. യുഅദ്ദു ഷുഅറാഇൽ അറബിൽ അവ്വായിൽ, ആദ്യകാല അറബ് കവികളിൽ ഒരാളായിട്ട് എണ്ണപ്പെടുന്നു. ഇദ്ദേഹവും ബൈറൂത്തിൽ 1856 ജനിക്കുന്നത്. ഖലീൽ യാസിജി ഇവരും 1856, കവാക്കിബി 1854. എന്നാൽ ഇദ്ദേഹം മദ്രസയിലേക്ക് പോകുന്നതിന് മുമ്പ്, മദ്രസ കാലയളവിന് മുമ്പ് തന്നെ കവിത രചന ആരംഭിച്ചിരുന്നു, കവിത പറയാൻ തുടങ്ങിയിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ വലിയ സവിശേഷതയായി കണക്കാക്കപ്പെടുന്നത്. വഖദ് ഖാല ഷഅറ വഹുവ സബിയ്യുൻ വലം യദ്ഖുലിൽ മദ്രസ. മദ്രസയിൽ പോകാതെ കുഞ്ഞായിരിക്കുന്ന കാലത്തെ കവിത, അറബിയിൽ കവിത പാടിയിട്ടു. സാറ മിസ്ര വാൻഷ, മിസ്ർ സന്ദർശിച്ചു. കുറഞ്ഞ വാള്യങ്ങൾ മാത്രമാണ് മിർആത്തു ശർഖ് എന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അക്കാലത്ത് ഒരുപാട് കുറഞ്ഞ ആയുസ്സുള്ള, അല്പായുസ്സുള്ള മാഗസിനുകൾ അക്കാലത്ത് ഉണ്ടായിരുന്നുണ്ട്. അതിൽപ്പെട്ട ഒന്നായിരുന്നു നേരത്തെ പറഞ്ഞ ഒരു ഷഹബ എന്ന അലപ്പോയിലെ പത്രം, കവാക്കിബി സ്ഥാപിച്ച ഖലീൽ യാസിജി. അദ്ദേഹം സാഹിത്യകാരനും കവിയും ലബനാനുകാരനൊക്കെയാണ്. ആദ്യകാല അറബ് കവികളിൽ പ്രധാനിയാണ് ഇദ്ദേഹം. 1856 ബൈറൂത്തിൽ ജനിച്ചു. മദ്രസയിൽ പോകുന്ന പ്രായത്തിനു മുമ്പേ, അഥവാ കുട്ടിയായിരിക്കുന്ന ആ പ്രായത്തിലെ ഇദ്ദേഹം കവിത ആലപിച്ചു തുടങ്ങിയിട്ടുണ്ട്. ശേഷം അദ്ദേഹം മിസ്ർ സന്ദർശിച്ചു. മിർആത്തു ശർഖ് എന്ന മാഗസിൻ സ്ഥാപിച്ചു. പക്ഷെ അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ, കുറഞ്ഞ വാള്യങ്ങൾ മാത്രമാണ് മിർആത്തു ശർഖ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. നേരത്തെ ഒരു പത്രം പോലെ അഷ്ഹബ എന്ന ഒരു 15 വാള്യം മാത്രം പ്രസിദ്ധീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു പത്രം റഹ്മാൻ കവാക്കിബിയുടേത് നമ്മൾ. അപ്പൊ ഇതുപോലെ 1-2 വാള്യങ്ങളോ അല്ലെ 1-2 വർഷങ്ങൾ മാത്രം പ്രസിദ്ധീകരിച്ച നിരവധി മാഗസിനുകൾ, പത്രങ്ങൾ, ഇതൊക്കെ ഇക്കാലത്ത്, ആധുനിക കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പണ്ടൊന്നും ഈ മാഗസിനുകളൊന്നും ഇല്ലല്ലോ, ഓരോരുത്തരും അവനാന്റെ പുസ്തകം രചിക്കാന്നല്ലാതെ. ഏതായാലും പിന്നീട് 1889 കുറഞ്ഞ പ്രായത്തിലെ, ഇളം പ്രായത്തിലെ ഹദദ് എന്ന സ്ഥലത്ത് വെച്ച് അദ്ദേഹം മരിക്കുകയുണ്ടായി. അങ്ങനെ ബൈറൂത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം നീക്കം ചെയ്യപ്പെട്ടു. എന്നിട്ട് അവിടെ വെച്ച് അദ്ദേഹത്തെ മറമാടി. കൃതികൾ നോക്കുമ്പോൾ നസമത്തുൽ ഔറാഖ്, അൽ മുറൂഅത്തു വൽ വഫാ, അസ്സായിലു ഇലാ ഇൻശാഇർ റസായിൽ, അസ്സഹീഹു ബൈനൽ ആമിയ്യി വൽ ഫസീഹ് മുഅ്ജമാണ്. അത് നിഘണ്ടുവാണ്. അസ്സഹീഹ് ബൈനൽ ആമിയ്യി വൽ ഫസീഹ്. ഓക്കെ. അപ്പോൾ ഖലീൽ യാസിജിയെ കുറിച്ചായി അബ്ദുറഹ്മാൻ കാക്കിബി, അതുപോലെ സുലൈമാൻ ബുസ്താനി, ഖലീൽ യാസിജി, 3 പേരെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി 2-3 പേരെ കൂടി നമുക്ക് പറയാം. ഇനി സഅദ് സുഗ്ലൂൽ എന്ന് പറയുന്ന ആളാണ്. സഅദ് സുഗ്ലൂൽ 1857 ഇദ്ദേഹം ജനിച്ചത്. അപ്പോ ഇതുവരെ പറഞ്ഞ 4 പേരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം ജനിച്ചത് ആരാണ്? അല്ല, അബ്ദുറഹ്മാൻ കവാക്കിബി. അബ്ദുറഹ്മാൻ കവാക്കിബി സഅദ് ജാലൂലല്ല, ജാലൂല കേട്ടോ. സഅദ് ജാലൂൽ. ഓക്കെ. ഇദ്ദേഹം 1887. അപ്പൊ നമ്മൾ പറഞ്ഞ 4 പേരിൽ ആദ്യം അബ്ദുറഹ്മാൻ കവാക്കിബി തന്നെയാണ് 1854. സുലൈമാൻ ബുസ്താനിയും ഖലീലുൽ യാസിജിയും 1856. തൊട്ടടുത്ത വർഷമാണ് സഅദ് ജാലൂല് 1857. ഇദ്ദേഹം ഇബാനിയ എന്ന പ്രദേശത്ത്, ഈജിപ്തിൽ ജനിക്കുന്നു. അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠനം പൂർത്തീകരിച്ചു. ശേഷം ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ കൂടെ കുറെ കാലം ഉണ്ടായിരുന്നു. ശേഷം മുഹമ്മദ് അബ്ദുവിന്റെയും കൂടെ അൽ വഖാഇഉൽ മിസ്രിയ എന്ന പത്രത്തിൽ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സഅദ് ജാലൂലും മുഹമ്മദ് അബ്ദുവും ഒരുമിച്ച് ഒരു കാലത്ത് അൽ വഖാഇഉൽ മിസ്രിയ എന്ന പത്രത്തിന്റെ എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.
ഈ പത്രത്തിന്റെ സവിശേഷത എന്താണ്? എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ പത്രത്തിന്? ആദ്യത്തെ അറബി പത്രം. ആദ്യത്തെ പത്രമാണ് അൽ വഖാഇഉൽ മിസ്രിയ. ഏത് രാജ്യത്താണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്? മിസ്റിലെ. മിസ്റിലാണ്. ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ട വർഷം പ്രസാധനം ആരംഭിച്ചത് 1828. 1828 അൽ വഖാഇഉൽ മിസ്രിയ. ഇവരൊക്കെ ഒന്നിച്ച് സേവനമനുഷ്ഠിച്ചു എന്ന് പറയുമ്പോൾ 1860 ശേഷം ഇദ്ദേഹം പത്രപ്രവർത്തന മേഖലയിലേക്ക് കടന്നു വരുന്ന ഒരു 10-20 വർഷം കഴിയുമല്ലോ. അപ്പോൾ 1877 80 ശേഷമായിരിക്കും അൽ വഖാഇഉൽ മിസ്രിയയിൽ ഇവർ ഒന്നിച്ച് സഹപ്രവർത്തകരായിട്ടുണ്ടാവുക. ഏതായാലാവട്ടെ, ഇഷ്തറക ഫി തൗറാൽ അറാബിയ, അറാബിയ വിപ്ലവത്തിൽ പങ്കുചേർന്നു. അങ്ങനെ കുറച്ച് മാസം അല്ലെങ്കിൽ നിരവധി മാസങ്ങൾ അദ്ദേഹം ജയിലിൽ അടക്കപ്പെട്ടു. തൗറത്തുൽ അറാബിയ ഏത് കാലത്ത് നടന്ന വിപ്ലവമാണ്, അല്ലെങ്കിൽ എന്തുമായി ബന്ധപ്പെട്ട് ആ വിപ്ലവത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് എന്തെല്ലാമായിരുന്നു? അതിന്റെ പേര് എന്തുമായി കണക്ട് ചെയ്ത് നോക്കുന്നു? പറഞ്ഞു. അഹമ്മദ് റാബിയിലേക്ക് ചേർത്തിട്ട് പറയുന്ന പേരല്ലേ? അഹമ്മദുൽ അറാബി എന്ന വിപ്ലവ നായകനിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഈ വിപ്ലവത്തിന് അങ്ങനെ പേര്. ഹുദൈബി തോഫീക്കിനെതിരെ നടന്നിട്ടുള്ള വിപ്ലവം. ബാറൂദിയൊക്കെ പങ്കെടുത്തിട്ട്. അതെ അതെ, നിരവധി പ്രഗത്ഭരായ സാഹിത്യകാരന്മാരും മറ്റു മനുഷ്യാവകാശ പ്രവർത്തകര്, രാഷ്ട്രീയ പ്രവർത്തകര്, ബഹുജനങ്ങൾ ഒക്കെ ചേർന്ന് അന്നത്തെ ഭരണാധികാരി ഖദീബ് തൗഫീഖിനെതിരെ അഹമ്മദ് അറാബിയുടെ നേതൃത്വത്തിൽ നയിച്ച വിപ്ലവത്തിന്റെ പേരാണ് തൗറ അൽ അറാബിയ. അതിന്റെ പേരിൽ സാഹിത്യകാരനായ ബാറൂദി അടക്കം നാട് കടത്തപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തെ. ഓക്കെ, ആ വിപ്ലവം നടന്ന കാലം ഏതായിരുന്നു? 1882 ബാറൂദിയെ നാട് കടത്തിയത്. തിരികെ വന്നതെന്നാ? 1900 അദ്ദേഹം ഈജിപ്തിലേക്ക് തിരികെ വന്നത്. എങ്ങോട്ടായിരുന്നു അദ്ദേഹത്തെ പറഞ്ഞയച്ചത്? സരന്ദീപ്. നമ്മളടുത്തേക്കാണ് അല്ലെ, ശ്രീലങ്കയ്ക്കാണ് പറഞ്ഞയച്ചത്. ഒരുവിധ ആൾക്കാരൊക്കെ അങ്ങോട്ടാണല്ലോ വിടുക, ശ്രീലങ്കയ്ക്ക് വിടും, ഒറ്റപ്പെട്ട നാട്ടിലേക്ക്. 1907 വിദ്യാഭ്യാസ മന്ത്രിയായി ചുമതലയേറ്റു. 1924 ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി. 1924 സാദ് സഹലൂൽ പ്രധാനമന്ത്രിയായി. തൊട്ടടുത്ത വർഷം തന്നെ സ്പീക്കറായി, പാർലമെന്റിന്റെ അധ്യക്ഷൻ തൊട്ടടുത്ത വർഷം 1925. അദ്ദേഹത്തിന് ഒരുപാട് കൃതികളുണ്ട്. ഫിഖ്ഹു ശാഫിഇയ്യ, മജ്മുഅത്തു ഖുതബ്, അഹാദീദു സഅദ് എന്നിങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹത്തിന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ആളിലേക്ക് പോകാം. മുഹമ്മദ് അൽ മുവൈലിഹി എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. മുഹമ്മദ് അൽ മുവൈലിഹി 1858. കൃത്യമായി നമുക്ക് ആളുകളെ കിട്ടുന്നുണ്ട് അല്ലെ, തുടർച്ചയായ വർഷങ്ങളിൽ. സഅദ് സഹലൂൽ 1857 തൊട്ടടുത്ത വർഷമാണ് 1858 മുഹമ്മദ് അൽ മുവൈലിഹി. ഓക്കെ, മുഹമ്മദ് ഇബ്രാഹിം അൽ മുവൈലിഹി നിരൂപകനാണ്, പത്രപ്രവർത്തകനാണ്, പിന്നെ ഈജിപ്തുകാരനാണ്. കൈറോവിൽ ജനിച്ചു 1858. 1930 അദ്ദേഹം മരിക്കുന്നു. ഏതാണ്ട് ഒരു 72 വർഷം അദ്ദേഹം, അല്ലെ 73 വർഷം അദ്ദേഹം ജീവിച്ചു എന്ന് പറയാം. ഷാറക്കമാ വാലിദിഹി ഫി തഅസീസി ഇദ്ദത്തി സുഹുഫിൻ, പിതാവോടൊപ്പം ചേർന്ന് നിരവധി പത്രം സ്ഥാപിച്ചു. മിസ്ബാഹു ഷർക്ക് എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനവും അദ്ദേഹം അലങ്കരിച്ചു. മുഹമ്മദ് മുവൈലിഹിയുമായി ബന്ധപ്പെട്ടൊരു പത്രം മിസ്ബാഹു ഷർക്ക്. അഷ്ഹബ എന്ന പത്രം ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ്? അബ്ദുറഹ്മാൻ കവാക്കിബ്. എന്നാൽ അതിനേക്കാൾ സുപ്രധാനമായ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റ് ഹദീഥു ഈസ ഇബ്നു ഹിഷാം
എന്നതാണ്. 1907 ഇദ്ദേഹം രചന പൂർത്തിയാക്കിയ ഇദ്ദേഹത്തിന്റെ സുപ്രധാന കൃതി ഹദീസു ഈസ ബിൻ ഹിഷാം. പലപ്പോഴായി ചോദിക്കപ്പെട്ടതാണ് ഈ ഗ്രന്ഥത്തെ കുറിച്ച്. വഹിയ സിൽസിലത്തു മക്കാലാത്തിൻ അല്ലത്തി നശറഹ ഫി ജരീദത്തി മിസ്ബാഹ് ഷർക്ക്. മിസ്ബാഹ് ഷർക്ക് എന്ന പത്രത്തിൽ ഇദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിച്ച പ്രബന്ധങ്ങളുടെ പരമ്പരയാണ് ഒരു സമാഹാരമായി ഹദീസു ഈസ ബിൻ ഹിഷാം എന്ന പേരിൽ അറിയപ്പെടുന്നത്. മിസ്ബാഹ് ഷർക്ക് എന്ന പത്രത്തിൽ. മിസ്ബാഹ് ഷർക്ക് എന്ന പത്രത്തിന്റെ ചീഫ് എഡിറ്റർ ആരാണ്? ഇദ്ദേഹം തന്നെ. ഇദ്ദേഹം ചീഫ് എഡിറ്റർ ആയിരിക്കുന്ന പത്രത്തിൽ അങ്ങനെയാണല്ലോ, എഡിറ്റർമാർക്കൊക്കെ എന്ത് ചെയ്താലോ വേറെ ആളെ അനുമതി ഒന്നും വേണ്ടല്ലോ. ഏതായാലും അവസരത്തെ മുതലാക്കി നല്ലൊരു പേരിൽ ഒരു പുസ്തകം ഉണ്ടാക്കി ആ പുസ്തകത്തിന് ഇദ്ദേഹം തന്നെ ആയിരിക്കും ഖ്യാതി നേടിക്കൊടുത്തത്, പ്രസിദ്ധമാക്കിയതൊക്കെ. ഏതായാലാവട്ടെ, ഓരോരുത്തർ വികൃതി ചെയ്യാണ്. സാറഫിഹൽ കാത്തിബ് അല ബിൻവാലി ബദിയാഇ സമാൻ അൽ ഹമദാനി. ഈ ഹദീസു ഈസ ബിൻ ഹിഷാം എന്ന് പറയപ്പെടുന്ന പ്രബന്ധ സമാഹാരങ്ങളിൽ ഓരോ പ്രബന്ധവും ആ മൊത്തം എഴുത്തുകൾ ബദിയുൽ സമാൻ അൽ ഹമദാനിയുടെ എഴുത്ത് രൂപത്തിലാണ് നിർവഹിച്ചിട്ടുള്ളത്. അപ്പൊ ഏതാണ്ട് മക്കാമ മോഡൽ ഉണ്ടാവും. അങ്ങനെയുള്ള ബദിയുൽ സമാൻ അൽ ഹമദാനി പുതിയ എഴുത്ത് രീതി കണ്ടെത്തിയത്. ഓക്കെ, അടുത്തത് ഖാസിം അമീൻ. അടുത്ത ആളാണ് ഖാസിം അമീൻ. 1869 ഒരു 3-4 വർഷം കഴിഞ്ഞിട്ടാണ് ഖാസിം അമീന്റെ ജനനം. ഇദ്ദേഹവും ജനനവും മരണവും ഒക്കെ കൈറോയിലാണ്. വല്ലാതെ ആയുസ്സൊന്നും ഉണ്ടായിട്ടില്ല. ഒരു 40 എത്ര വയസ്സുണ്ടാവും ഇദ്ദേഹത്തിന്? ഖാസിം അമീന് 863 ടു 1908 വരെ എത്ര വയസ്സുണ്ടാവും? വയസ്സില്ലേ? കണക്കറിഞ്ഞാലൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? 45. കാൽക്കുലേറ്ററിലല്ലല്ലോ കൂട്ടിയത്. തവജ്ജഹ ഇല ഖളായൽ മുജ്തമഅ. ഇദ്ദേഹം സാമൂഹിക പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്തു. വലാസിയമ ഖളിയത്തുൽ മർഅ. ഇദ്ദേഹത്തിന് സ്ത്രീ വിഷയങ്ങളിൽ പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു. സ്ത്രീകൾ അധസ്ഥിതരാണ്, മുഖ്യധാരയിൽ നിന്നും അവരെ ഒതുക്കുകയാണ് എന്നൊക്കെയുള്ള ഒരു അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഊന്നൽ കൊടുത്തത്. കൃതികൾ നോക്കുമ്പോൾ തന്നെ പ്രകടമാണ്. തഹരീറുൽ മർഅ എന്നൊരു കൃതി അദ്ദേഹത്തിനുണ്ട്. സ്ത്രീ സ്വാതന്ത്ര്യം. അൽ മർഅത്തുൽ ജദീദ, പുതുസ്ത്രീ, പുതുനാരി. റദ്ദുൻ അല മുൻതഖിദിഹി വഇളാഹു ലിബഅദി ആറാഇഹി. ഈ പുതുനാരി എന്നുള്ള കൃതി നിരൂപകർക്കുള്ള മറുപടിയും അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിനുള്ള വിശദീകരണമൊക്കെയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വിശദീകരിച്ചൊക്കെയാണ് അൽ മർഅത്തുൽ ജദീദ എന്ന കൃതിയിലുള്ളത്. മറ്റൊന്ന് അസ്ബാബുൻ വനതാഇജു വഅഖ്ലാഖുൻ വമവാഇദു എന്ന ഒരു കൃതിയാണ്. ഓക്കെ, അടുത്ത ആളിലേക്ക് പോകാം. അടുത്ത നമ്മളെ റഷീദ് റിളയാണ് വരുന്നത്. മുഹമ്മദ് റഷീദ് ബിൻ അലി റിള വലിദ ഫി ഖറയത്തി ഖലമുൻ ഫി ലുബ്നാൻ. ലബനാനിലാണ് അദ്ദേഹം ജനിച്ചതെങ്കിലും പിന്നീട് ഈജിപ്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ലബനാനിലെ കലമുൻ എന്ന സ്ഥലത്ത് 1865. നേരത്തെ ഉള്ള ആളെപ്പോഴായിരുന്നു? 1863. ഖാസിം അമീൻ 863. റഷീദ് റിള 865. ഓക്കെ, 935 മരിക്കുന്നു. അഥവാ 60 വർഷല്ലേ? 60 വർഷേ ഇദ്ദേഹം 60 തന്നെ 70 ഉണ്ടോ? 70 അല്ലേ? 70 ഉണ്ട്. യുഅ്തബറു റഷീദ് റിള മുഫക്കിറൻ ഇസ്ലാമി മിൻ റുവാദിൽ ഇസ്ലാഹിൽ ഇസ്ലാമി. ഇസ്ലാമിക പരിഷ്കർത്താക്കളിൽ ഒരു ചിന്തകനായിട്ടാണ് റഷീദ് റിള അറിയപ്പെടുന്നത്. കാരണം സഫിയൻ വ കാത്തിബൻ വ അദീബൻ ലുഗവിയൻ, പത്രപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്, ഭാഷാ സാഹിത്യകാരനാണ്. മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യൻ കൂടിയായിരുന്നു. അഹദു തലാമീദ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുവിന്റെ ശിഷ്യൻ കൂടിയായിരുന്നു. അസസ മജല്ലത്തുൽ മനാർ അല നമതി മജല്ലത്തി അൽ ഉർവത്തുൽ വുസ്ഖ. അൽ ഉർവത്തുൽ വുസ്ഖ എന്ന മാഗസിന്റെ അതേ ശൈലിയിലുള്ള, മാഗസിന്റെ അതേ രീതിയിൽ അൽ മനാർ എന്ന മാഗസിൻ ഇദ്ദേഹം സ്ഥാപിച്ചു. മജല്ലത്തുൽ മനാർ. ഓക്കെ, ഇനി കൃതികൾ നോക്കുമ്പോൾ തഫ്സീറുൽ മനാർ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ഖുർആൻ വ്യാഖ്യാന കൃതിയാണ് തഫ്സീറുൽ മനാർ. എന്നാൽ അൽ മനാർ എന്ന പേരിൽ മജല്ല, ഒരു മാഗസിൻ വേറെ തന്നെ ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പിന്നീട് താരിഖുൽ ഉസ്താദ് അൽ ഇമാം, അദ്ദേഹത്തിന്റെ ഗുരുവായ മുഹമ്മദ് അബ്ദുവിനെ കുറിച്ച്
ജീവചരിത്രം എഴുതിയിട്ടുണ്ട്. താരിഖുൽ ഉസ്താദ് അൽ ഇമാം എന്ന പേരിലാണ് ആ ജീവചരിത്രം അറിയപ്പെടുന്നത്. പിന്നീട് അൽ വഹ്യുൽ മുഹമ്മദിയ എന്നൊരു കൃതിയും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ പ്രധാനമായ 3 കൃതികളാണുള്ളത് റഷീദ് റിളയുടേത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത്? തഫ്സീറുൽ മനാറും ഒരു മാഗസിൻ മജല്ലത്തുൽ മനാർ. ഇതാണ് റഷീദ് റിളയുടെ സുപ്രധാന കൃതികൾ കേട്ടോ. ഓക്കെ, ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു ക്ലാസ്സിലാക്കാം കേട്ടോ. ഓക്കെ, ശുക്രൻ, ജസാക്കുമുല്ലാഹു ഖൈറൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.